വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നായ ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്ന പ്രധാന ടോപ്പിക്കാണ്. ഏതു പരീക്ഷയ്ക്കും 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ലഭിക്കാവുന്ന അത്രയ്ക്ക് പ്രാധാന്യമേറിയ ഒരു ടോപ്പിക്കാണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിലവിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മെറ്റീരിയലും അതുപോലെ തന്നെ അനുബന്ധ വസ്തുതകളും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് പഠിപ്പിക്കുന്ന നോട്ടുകളും എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ എന്ത് തന്നെ പഠിപ്പിക്കുന്നു അതെല്ലാം അക്ഷരം പ്രതി പഠിക്കുവാനായി ഏവരും ശ്രദ്ധിക്കുക. തീർച്ചയായും ഏവർക്കും ക്ലാസ് പ്രയോജനപ്പെട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഒരു കാര്യം കൂടി, ക്ലാസ്സുകൾ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് കൂടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൂടി നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് സമയം കളയാതെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം: ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005. 2005 ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത്. 2005 സെപ്റ്റംബർ 13 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ്. 2005 സെപ്റ്റംബർ 13 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന 1ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ബില്ല് പാർലമെന്റ് പാസാക്കിയത്. അതുപോലെ ഈ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ഓർത്തിരിക്കുക, 2005 ഡിസംബർ 13 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഒപ്പുവെക്കുന്നത്. ഈ നിയമം നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നതും ഓർത്തിരിക്കുക. അടുത്തത്: ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഒപ്പുവെച്ചത് 2005 ഡിസംബർ 13 അതിനുശേഷം 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരികയും ചെയ്തു. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ എത്ര അധ്യായങ്ങളും സെക്ഷനുകളും ഉണ്ട് എന്ന് ചോദിച്ചാൽ 5 അധ്യായങ്ങളും 37 സെക്ഷനുകളും. എത്രയാണ്? 5 അധ്യായങ്ങളും 37 സെക്ഷനുകളുമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉള്ളത്. അടുത്തത്: 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സംരക്ഷണം അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണ്? വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഉത്തരം നോക്കാം. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. 4 ഓപ്ഷനും ശരിയാണ്. നമുക്ക് 4 ഓപ്ഷനും വായിക്കാം. ഒരേ വീട്ടിലുള്ള രക്തബന്ധത്തിൽ പെടുന്നതോ വിവാഹം വഴിയുള്ള ബന്ധത്തിൽ പെടുന്നതോ ദത്ത് ബന്ധത്തിൽ പെടുന്നതോ ആയ പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളും അതുപോലെ വിധവകളും കുട്ടികളും അടക്കമുള്ളവർ ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ്. അതുപോലെ ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ വീട്ടിലുള്ള ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുക്കൾക്കെതിരായും പരാതി നൽകാവുന്നതാണ്. ഇനി അടുത്തത്: നിയമപരമായിട്ടല്ലെങ്കിലും വിവാഹ സമാനമായ ബന്ധത്തിൽ, ഉദാഹരണത്തിന് ലിവിംഗ് ടുഗദർ, ഒരേ വീട്ടിൽ കഴിയുന്ന പുരുഷനിൽ നിന്ന് പീഡനം നേരിടുന്ന സ്ത്രീകൾക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ്. 4ാമത്തെ പോയിന്റ്: ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഭർത്താവിന് അല്ലെങ്കിൽ പുരുഷന് പരാതി നൽകുന്നതിന് വ്യവസ്ഥയില്ല എന്നതും ഓർത്തിരിക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം, എന്തായിരുന്നു നമ്മുടെ ചോദ്യം? ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സംരക്ഷണം അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണെന്നുള്ളതാണ്. ഒരേ വീട്ടിലുള്ള രക്തബന്ധത്തിൽ പെടുന്നതോ വിവാഹം വഴിയുള്ള ബന്ധത്തിൽ പെടുന്നതോ ദത്ത് ബന്ധത്തിൽ പെടുന്നതോ ആയ പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും വിധവകളും കുട്ടികളും അടക്കമുള്ളവർ ഈ നിയമത്തിന്റെ സംരക്ഷണത്തിൽ പെടുന്നതാണ്. ഓർക്കുക, വിധവകളും കുട്ടികളും അടക്കമുള്ളവർ ഈ നിയമപ്രകാരം സംരക്ഷണം ലഭിക്കും. ഇനി ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ വീട്ടിലുള്ള ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുക്കൾക്കെതിരായും പരാതി നൽകാവുന്നതാണ്. അടുത്തത്: നിയമപരമായിട്ടല്ലെങ്കിലും വിവാഹ സമാനമായ ബന്ധത്തിൽ, ഉദാഹരണത്തിന് ലിവിംഗ് ടുഗദർ പോലെയുള്ള ബന്ധത്തിൽ ഒരേ വീട്ടിൽ കഴിയുന്ന പുരുഷനിൽ നിന്നും പീഡനം നേരിടുന്ന സ്ത്രീക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണെന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: ഗാർഹിക പീഡന നിയമപ്രകാരം മരുമകൾക്കെതിരായി കേസ് നൽകാൻ അമ്മായിയമ്മയ്ക്ക് കഴിയുമോ എന്നാണ്. എന്താണ്? ഗാർഹിക പീഡന നിയമപ്രകാരം മരുമകൾക്കെതിരായി
അമ്മായിയമ്മയ്ക്ക് കേസ് നൽകാൻ കഴിയുമോ എന്നാണ്. തീർച്ചയായും കഴിയും. മകനെ കൊണ്ട് അതിക്രമം ചെയ്യാൻ മരുമകൾ പ്രേരിപ്പിച്ചാൽ കേസ് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ഈ നിയമം അനുശാസിക്കുന്നില്ല. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ താഴോട്ട് പഠിക്കും വിശദമായിട്ട്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്തെല്ലാമാണെന്നാണ്. നമുക്ക് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്തെല്ലാമെന്ന് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം. ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തേത്, മാനസികമോ ശാരീരികമോ ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ആരോഗ്യ സുരക്ഷ, ജീവൻ, ശാരീരിക അവയവങ്ങൾ, സ്വാസ്ഥ്യം എന്നിവ അപകടത്തിലാക്കുകയോ അതിനൊരുമ്പെടുകയോ ചെയ്യുന്നത്, ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടും. എന്താണ്? മാനസികമോ ശാരീരികമോ ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ആരോഗ്യ സുരക്ഷ, ജീവൻ, ശാരീരിക അവയവങ്ങൾ, സ്വാസ്ഥ്യം എന്നിവ അപകടത്തിലാക്കുകയോ അതിനൊരുമ്പെടുകയോ ചെയ്യുന്നത്, അതുപോലെ ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടും. അടുത്ത പോയിന്റ്, സ്ത്രീധനം, മറ്റ് സ്വത്തുക്കൾ, വിലയുള്ള ജാമ്യം എന്നീ നിയമവിരുദ്ധ കാര്യങ്ങൾ നേടുന്നതിന് പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെയോ ശല്യം ചെയ്യുകയോ ദ്രോഹിക്കുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്ന പ്രവൃത്തികൾ. ഒന്നുകൂടെ, സ്ത്രീധനം, മറ്റ് സ്വത്തുക്കൾ, വിലയുള്ള ജാമ്യം എന്നീ നിയമവിരുദ്ധ കാര്യങ്ങൾ നേടുന്നതിന് പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെയോ ശല്യം ചെയ്യുകയോ ദ്രോഹിക്കുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്ന പ്രവൃത്തികളും ഇതിൽപ്പെടും. ഇനി എ, ബി എന്നീ വകുപ്പുകളിൽ പരാമർശിക്കുന്ന പെരുമാറ്റം മൂലം പരാതിക്കാരിക്കോ അവരുടെ ബന്ധുവിനോ ഭീതിജനകമായ അവസ്ഥയുണ്ടാക്കുക. അതായത് മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്കോ അവരുടെ ബന്ധുവിനോ ഭീതിജനകമായ അവസ്ഥയുണ്ടാക്കിയാലും ഇതിൽപ്പെടും. ഇനി മറ്റേതെങ്കിലും തരത്തിൽ പരാതിക്കാരിക്ക്, അതായത് മുകളിൽ പറയാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലും പരാതിക്കാരിക്ക് ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം, ക്ഷതം, ക്ലേശം എന്നിവ ഉണ്ടാക്കുന്നതും ഈ പറയുന്നതിന്റെ പരിധിയിൽ പെടുന്നതാണ്. എന്തിന്റെയാണ്? ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഈ പോയിന്റ്സ് വായിച്ചു പഠിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ശാരീരികമായ ദുരുപയോഗം എന്ന് നോക്കാം. പരാതിക്കാരിയെ ശാരീരികമായി വേദനിപ്പിക്കുക, ജീവനും ശാരീരിക അവയവങ്ങൾക്കും ക്ഷതം സംഭവിപ്പിക്കുക, വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന ഏതെങ്കിലും നടപടിയോ പെരുമാറ്റമോ ആകുന്നു. കയ്യേറ്റം, കുറ്റകരമായ ഭീഷണി, ബലപ്രയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടും. അപ്പൊ എന്താണ് ശാരീരികമായിട്ടുള്ള ദുരുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പരാതിക്കാരിയെ ശാരീരികമായി വേദനിപ്പിക്കുക, ജീവനും ശാരീരിക അവയവങ്ങൾക്കും ക്ഷതം സംഭവിക്കുക, വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന ഏതെങ്കിലും നടപടിയോ പെരുമാറ്റമോ ആകുന്നു. കയ്യേറ്റം, കുറ്റകരമായ ഭീഷണി, ബലപ്രയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നും ഓർത്തിരിക്കുക. നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കരുത്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലാക്കിയ ഏതൊക്കെയാണ് പെടുന്നത്, ഏതൊക്കെയാണ് പെടാത്തത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്, ആർക്ക് മുന്നിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാണാപ്പാഠം പഠിക്കുകയും ചെയ്യരുത്, കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ദുരുപയോഗം പറഞ്ഞു. ഇനി നമ്മൾ ലൈംഗിക ദുരുപയോഗത്തിലേക്കാണ് പോകുന്നത്. എന്താണ്? വനിതയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന തരത്തിൽ തെറി വിളിക്കുക, നാണം കെടുത്തുക, തരം താഴ്ത്തുക എന്നിവ ലക്ഷ്യമാക്കി ലൈംഗിക ചുവയുള്ള പെരുമാറ്റം എന്നിവ ലൈംഗിക ദുരുപയോഗങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ലൈംഗികമായ ദുരുപയോഗങ്ങളിൽ പെടുന്നത്? വനിതയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന തരത്തിൽ തെറി വിളിക്കുക, നാണം കെടുത്തുക, തരം താഴ്ത്തുക എന്നിവ ലക്ഷ്യമാക്കി ലൈംഗിക ചുവയുള്ള പെരുമാറ്റം എന്നിവ ലൈംഗിക ദുരുപയോഗങ്ങളാണ്. ലൈംഗിക ചുവയുള്ള പെരുമാറ്റം ഉൾപ്പെടെ ലൈംഗിക ദുരുപയോഗങ്ങളായിട്ട് കാണുന്നു. അടുത്തത്, വാക്കാലും വൈകാരികവുമായ പീഡനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാക്കാലും വൈകാരികവുമായ പീഡനം. കുത്തുവാക്ക് പറയുക, അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, മച്ചി എന്നോ ആൺകുട്ടികളില്ലാത്തവർ എന്നോ വിളിച്ച് അധിക്ഷേപിക്കുക, കളിയാക്കുക. എന്താണ്? കുത്തുവാക്ക് പറയുക, അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, മച്ചി എന്നോ ആൺകുട്ടികൾ ഇല്ലാത്തവൾ എന്നോ വിളിച്ച് അധിക്ഷേപിക്കുക, കളിയാക്കുക. ഇതൊക്കെ ഇതിൽ പെടുന്നു? വാക്കാലും വൈകാരികവുമായ പീഡനത്തിൽ പെടുന്നു. അതുപോലെ പരാതിക്കാരിക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ആവർത്തിച്ച് അധിക്ഷേപിക്കുക, കളിയാക്കുക, ഭീഷണിപ്പെടുത്തുക
ഇതൊക്കെ ഭർത്താവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ലെ. പരാതിക്കാരിക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ആവർത്തിച്ച് അധിക്ഷേപിക്കുക, കളിയാക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ വാക്കാലും വൈകാരികവുമായ പീഡനത്തിൽ പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ 3 പറഞ്ഞു. ശാരീരികമായ ദുരുപയോഗം പറഞ്ഞു, ലൈംഗിക ദുരുപയോഗം പറഞ്ഞു, വാക്കാലും വൈകാരികവുമായ പീഡനത്തെ പറ്റിയും പറഞ്ഞു. ഇനി സാമ്പത്തിക ദുർവിനിയോഗം എന്താണെന്ന് നോക്കാം. പരാതിക്കാരിക്ക് നിയമപരമായോ നാട്ടുനടപ്പ് വഴിയോ കോടതി ഉത്തരവ് മുഖേനയോ മറ്റു രീതിയിലോ അവകാശപ്പെട്ട സ്വത്ത് മുഴുവനായോ ഭാഗികമായോ തട്ടിച്ചു മാറ്റുക. രണ്ടാമത്തേത്, പരാതിക്കാരിക്ക് നിയമപരമായി അവകാശപ്പെട്ടതോ ആവശ്യമുള്ളതോ ആയ സ്ഥാവര ജംഗമ വസ്തുതകൾ, ഷെയറുകൾ, ജാമ്യപത്രങ്ങൾ, ബോണ്ടുകൾ, വിലപിടിപ്പുള്ള വസ്തുതകൾ, അതുപോലെ മറ്റ് സ്വത്തുക്കൾ എന്നിവ അന്യാധീനപ്പെടുത്തുക. വിവാഹബന്ധം മൂലം പരാതിക്കാരിക്ക് അനുഭവിക്കാൻ അവകാശപ്പെട്ട സൗകര്യങ്ങൾ തുടർന്നും ലഭ്യമാക്കുന്നത്, നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തുന്നത്, അതുപോലെ പരാതിക്കാരിക്ക് പാർപ്പിട സൗകര്യം ഇതിനാൽ നിഷേധിക്കാൻ പാടുള്ളതല്ല. ഒന്നുകൂടെ പറയാം. പരാതിക്കാരിക്ക് നിയമപരമായോ നാട്ടുനടപ്പ് വഴിയോ കോടതി ഉത്തരവ് മുഖേനയോ മറ്റു രീതിയിലോ അവകാശപ്പെട്ട സ്വത്ത് മുഴുവനായോ ഭാഗികമായോ തട്ടിച്ചു മാറ്റുക. ഇനി രണ്ടാമത്തേത്, പരാതിക്കാരിക്ക് നിയമപരമായി അവകാശപ്പെട്ടതോ ആവശ്യമുള്ളതോ ആയ സ്ഥാവര ജംഗമ വസ്തുക്കള്, ഷെയറുകള്, ജാമ്യപത്രങ്ങൾ, ബോണ്ടുകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, മറ്റ് സ്വത്തുക്കൾ എന്നിവ അന്യാധീനപ്പെടുത്തുക. മൂന്നാമത്തേത്, വിവാഹബന്ധം മൂലം പരാതിക്കാരിക്ക് അനുഭവിക്കാൻ അവകാശപ്പെട്ട സൗകര്യങ്ങൾ തുടർന്നും ലഭ്യമാക്കുന്നതിന് നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തുന്നത്, പരാതിക്കാരിക്ക് പാർപ്പിട സൗകര്യം ഇതിനാൽ നിഷേധിക്കാൻ പാടില്ല. ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള ദുർവിനിയോഗത്തിൽ പെടുന്നതാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തട്ടിച്ചു മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം, 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. എന്താണ് ചോദ്യം? തന്നിരിക്കുന്നതിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്താണ്, എന്തൊക്കെയാണ് എന്നാണ്. എല്ലാം ശരിയാണ്. നോക്കാം. ശാരീരികമായ പീഡനമുണ്ട്, മാനസിക പീഡനമുണ്ട്, ലൈംഗിക പീഡനമുണ്ട്, സാമ്പത്തിക പീഡനമുണ്ട്. ഇനി സ്ത്രീധനം, സ്വത്ത്, വിലയുള്ള ജാമ്യം എന്നീ നിയമവിരുദ്ധ കാര്യങ്ങൾ നേടുന്നതിന് പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റു വ്യക്തികളെയോ ഉപദ്രവിക്കുന്നതും ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. നമ്മൾ വിശദമായി ഏതൊക്കെയാണെന്ന് ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടെ നോക്കിക്കാണുക. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിൽ പ്രതിപാദിക്കുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥൻ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജില്ലാതലത്തിൽ സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന വ്യക്തിയെയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇതാണ് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജില്ലാതലത്തിൽ സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിൽ പ്രതിപാദിക്കുന്ന സേവനദാതാവ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫീസറും സേവനദാതാവും. എന്താണ് സേവനദാതാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഗാർഹിക പീഡനത്തിനിരയായിപ്പെട്ടവർക്ക് അഭയകേന്ദ്രം, വൈദ്യസഹായ സൗകര്യങ്ങൾ, കൗൺസിലർ എന്നിവ ഏർപ്പാടാക്കുന്ന ധർമ്മം നിർവഹിക്കാൻ ചുമതലപ്പെട്ട സന്നദ്ധ സംഘടന അല്ലെങ്കിൽ പ്രതിനിധികളാണ് സേവനദാതാക്കൾ. എന്താണ്? ഗാർഹിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് അഭയകേന്ദ്രം, വൈദ്യസഹായ സൗകര്യങ്ങൾ, കൗൺസിലർ എന്നിവ ഏർപ്പാടാക്കുന്ന ധർമ്മം നിർവഹിക്കാൻ ചുമതലപ്പെട്ട സന്നദ്ധ സംഘടന അല്ലെങ്കിൽ പ്രതിനിധികളെയാണ് സേവനദാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഈ നിയമത്തിന്റെ ഉദ്ദേശത്തിലേക്ക് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയമാനുസൃതമായ സന്നദ്ധ സംഘടനകളോ കമ്പനികളോ ആണ് സേവനദാതാക്കളായി പരിഗണിക്കപ്പെടുന്നത്. അടുത്തത്, ഗാർഹിക പീഡന നിയമത്തിൽ പ്രതിപാദിക്കുന്ന മജിസ്ട്രേറ്റ് എന്നത് എന്താണ്? ഏത് തരത്തിലുള്ള മജിസ്ട്രേറ്റ് ആണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അല്ലെ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെയാണ് ഗാർഹിക പീഡന നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം പീഡനത്തിനെതിരാകുന്നവർക്ക് പരാതിയുമായി സമീപിക്കാവുന്നത് ആരെയാണ്? ഗാർഹിക പീഡന നിയമപ്രകാരം പീഡനത്തിന് ഇരയാകുന്നവർക്ക് പരാതിയുമായി സമീപിക്കാവുന്നത് ആരെയാണ്? നോക്കാം.
സംരക്ഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കാം, സേവനദാതാക്കളെ സമീപിക്കാം, പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കാം, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മജിസ്ട്രേറ്റിനെ നേരിട്ടും സമീപിക്കാവുന്നതാണ്. അപ്പോൾ സംരക്ഷണ ഉദ്യോഗസ്ഥൻ, സേവനദാതാവ്, പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ മജിസ്ട്രേറ്റ്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് മേൽ പറഞ്ഞവരെയെല്ലാം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അതിന് അധികാരമുള്ളത്? ഉത്തരം: 1 സേവനദാതാവ്, 2 സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസർ. സേവനദാതാവിനും സംരക്ഷണ ഉദ്യോഗസ്ഥനും മാത്രമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലയുള്ളത്. ഗാർഹിക പീഡന നിയമത്തിലെ വകുപ്പ് 9 സബ്ക്ലോസ് 1B പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർക്കും വകുപ്പ് 10 സബ്ക്ലോസ് 2A പ്രകാരം സേവനദാതാവിനും ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ആർക്കൊക്കെയാണ് ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അധികാരമുള്ളതെന്ന് നമ്മൾ പഠിച്ചു. ആർക്കൊക്കെയാണ്? സേവനദാതാവും സംരക്ഷണ ഉദ്യോഗസ്ഥനുമാണ് ഈ അധികാരമുള്ളത്. 9 സബ്ക്ലോസ് 1B പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർക്കും അതുപോലെ 10 സബ്ക്ലോസ് 2A 10 സബ്ക്ലോസ് 2A പ്രകാരം സേവനദാതാവിനും ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അഥവാ ഗാർഹിക സംഭവങ്ങൾ തയ്യാറാക്കാനുള്ള അധികാരമുണ്ട്. അടുത്തത്, ഗാർഹിക പീഡന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറായി നിയമിക്കപ്പെടാവുന്നത് ആരൊക്കെയാണ്? എന്താണ് യോഗ്യത? സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനാവാം, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധിയാകാം, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധിയോ ആവാം. ആർക്കൊക്കെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറായി നിയമിക്കപ്പെടാവുന്നത്? ആരെയാണ്? സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധി, പിന്നെ രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി. ഒന്നുകൂടെ പറയാം: സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധി, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി. ഇവരെല്ലാം യോഗ്യരാണ് എന്താകാനായിട്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി ചോദ്യം നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ തുടങ്ങിയവരുടെ അധികാരങ്ങളും ചുമതലകളും നോക്കാം. ഒരു ഗാർഹിക അതിക്രമം നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്ന ആൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നതല്ല എന്നതും ഓർത്തിരിക്കുക. എന്താണ്? ഒരു ഗാർഹിക അതിക്രമം നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കാവുന്നതാണ്. അങ്ങനെ അറിയിപ്പ് കൊടുക്കുന്ന ആൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നതല്ല. ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനം നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർമാർ കഴിവതും നിശ്ചിത യോഗ്യതയും പരിചയവുമുള്ള വനിതകൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിശ്ചിത യോഗ്യതയും പരിചയവുമുള്ള വനിതകളായിരിക്കണം. സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുമാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്നതിന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുമാണ്. ഇനി ഇവരുടെ പ്രവർത്തനം നോക്കാം, ചുമതലകൾ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളും പ്രവർത്തനവും നോക്കാം. ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക. അടുത്തത്, പരാതിക്കാരിൽ നിന്നും ലഭിച്ച പരാതി അനുസരിച്ച് നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ സമർപ്പിക്കുകയും പകർപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ എന്നിവർക്ക് നൽകുകയും ചെയ്യുക. ഇതാണ് ആദ്യമായി ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക. രണ്ടാമത് പറഞ്ഞത്, പരാതിക്കാരിൽ നിന്നും ലഭിച്ച പരാതി അനുസരിച്ച് നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും പകർപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ എന്നിവർക്ക് നൽകുകയും ചെയ്യുക. നമ്മൾ ഇവരൊക്കെ എന്താണെന്ന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നല്ലേ, അതോടെ കണക്ട് ചെയ്ത് വേണം ഇത് മനസ്സിലാക്കാൻ. ഇനി പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നത് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. ഇതാണ്
പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. അടുത്ത പോയിന്റ്, സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം സൗജന്യമായി നൽകുകയും നിയമസഹായം ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എന്താണ്? സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം സൗജന്യമായി നൽകുകയും നിയമസഹായം ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അടുത്ത പോയിന്റ്, തന്റെ സേവന പരിധിയിലുള്ള സർവീസ് പ്രൊവൈഡർ, കൗൺസിലിംഗ് സേവനങ്ങൾ, ഷെൽട്ടർ ഹോമുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയുടെ ഡയറക്ടറി തയ്യാറാക്കി സൂക്ഷിക്കുക. അതായത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സേവന പരിധിയിലുള്ള സർവീസ് പ്രൊവൈഡർ, കൗൺസിലിംഗ് സേവനങ്ങൾ, ഷെൽട്ടർ ഹോമുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയുടെ ഡയറക്ടറി തയ്യാറാക്കി സൂക്ഷിക്കുക. അടുത്തത്, പരാതിക്കാരി ആവശ്യപ്പെടുന്നുവെങ്കിൽ അവർക്ക് സുരക്ഷിത ഷെൽട്ടർ ഹോം ലഭ്യമാക്കുകയും ഈ വിവരം ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഇതാണ്, പരാതിക്കാരി ആവശ്യപ്പെടുന്നുവെങ്കിൽ അവർക്ക് സുരക്ഷിത ഷെൽട്ടർ ഹോം ലഭ്യമാക്കണം. ഈ വിവരം എന്ത് ചെയ്യണം? ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. അടുത്ത പോയിന്റ്, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് ശാരീരിക ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും വൈദ്യപരിശോധനാ റിപ്പോർട്ട് ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ മജിസ്ട്രേറ്റ് എന്നിവർക്ക് നൽകുകയും ചെയ്യുക. അതാണ്, ഗാർഹിക അതിക്രമത്തിന് ഇരയായ ആൾക്ക് ശാരീരിക ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ ആ വൈദ്യപരിശോധന റിപ്പോർട്ട് ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ മജിസ്ട്രേറ്റ് എന്നിവർക്ക് നൽകുകയും വേണം. അടുത്ത പോയിന്റ്, സാമ്പത്തിക സഹായം ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തണം. സാമ്പത്തിക സഹായം ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇനി ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും ചുമതലകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവ നിർവഹിക്കുക. ഇത്തരത്തിലുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർമാര് മജിസ്ട്രേറ്റിന്റെയോ അതുപോലെ സർക്കാരിന്റെയോ നിയന്ത്രണത്തിൽ ആയിരിക്കും. മജിസ്ട്രേറ്റോ സർക്കാരോ ഈ നിയമപ്രകാരമോ നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടതുമാണ്. മജിസ്ട്രേറ്റ് സർക്കാർ ഈ നിയമപ്രകാരമുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടതുമാണ്. ഇനി അടുത്തത്, പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. മജിസ്ട്രേറ്റിന് ആർക്കൊക്കെ അപേക്ഷ നൽകാം? പരാതിക്കാരിയോ പരാതിക്കാരിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ പ്രൊട്ടക്ഷൻ ഓഫീസറോ ഈ നിയമപ്രകാരമുള്ള ഒന്നോ അതിലധികമോ ആശ്വാസ നടപടികൾക്ക് വേണ്ടി അപേക്ഷിക്കാം. ഓക്കെ, അതായത് പരാതിക്കാരിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ ഈ നിയമപ്രകാരമുള്ള ഒന്നോ അതിലധികമോ ആശ്വാസ നടപടികൾ ആവശ്യമുള്ളവർക്കും അപേക്ഷിക്കാം. അടുത്ത പോയിന്റ്, മജിസ്ട്രേറ്റ് ഇതനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ നൽകിയിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണ്. നമ്മൾ മേളിലൊരു ചോദ്യത്തിൽ പറഞ്ഞല്ലേ, പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറോ ആണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ മജിസ്ട്രേറ്റ് ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറോ നൽകിയിട്ടുള്ള ഈ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണ്. ശേഷം ആശ്വാസ നടപടി വഴി ലഭിക്കുന്ന പരിഹാര ഉത്തരവ് പരാതിക്കാരിക്ക് ഉണ്ടായ പരിക്കിനോ നഷ്ടത്തിനോ കേസ് കൊടുക്കുന്നതിന് തടസ്സമല്ല. ഈ ആശ്വാസ നടപടിയായി മജിസ്ട്രേറ്റ് ചെറിയൊരു ഉത്തരവ് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കും. അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് തുടർ നടപടിക്ക്, അതായത് മുന്നോട്ട് കേസ് കൊണ്ടുപോകുന്നതിന് പരാതിക്കാരിക്ക് ഒരു തടസ്സവുമില്ല. എന്നാൽ ഇത്തരത്തിൽ വിധി ഉണ്ടായ തുകയിൽ നിന്നും മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ആശ്വാസ തുക കുറച്ച് വരുത്തിയതിനു ശേഷം ബാക്കി തുക നൽകേണ്ടതുമാണ്. പിന്നീട് തുടർ കേസ് മുന്നോട്ട് പോകുന്തോറും ശേഷം ഈ പറയുന്ന നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റ് ആദ്യം ഉത്തരവ് പുറപ്പെടുവിച്ച ആ ആശ്വാസ തുക കുറച്ചിട്ട് ബാക്കി തുക ഇരയ്ക്ക് ലഭിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനി എല്ലാ അപേക്ഷകളും നിർദ്ദിഷ്ട ഫോറത്തിലായിരിക്കണം. വാദം കേൾക്കുന്നതിനുള്ള തീയതി മജിസ്ട്രേറ്റ് തീരുമാനിക്കും. ആര് തീരുമാനിക്കും? മജിസ്ട്രേറ്റ് തീരുമാനിക്കും. ആദ്യ തീയതി പരാതി കോടതിയിൽ ലഭിച്ച് 3 ദിവസത്തിലധികമാകാൻ പാടില്ല. അതായത് പരാതി കോടതിയിൽ ലഭിച്ച് 3 ദിവസത്തിനകം തന്നെ വാദം തുടങ്ങണം എന്നതാണ്. 3 ദിവസത്തിലധികമാകാൻ പാടില്ല. ഇനി പരാതികൾ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് തീർപ്പാക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 60 ദിവസത്തിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് പരാതി പൂർണ്ണമായും തീർപ്പാക്കേണ്ടതാണ്. അടുത്ത പോയിന്റ്, വാദം നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് ആർക്കാണ് നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് നൽകേണ്ടത്. വാദം നിശ്ചയിച്ചുകൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൊടുക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫീസർ നിർണയിച്ച മാർഗങ്ങളിലൂടെ എതിർകക്ഷിക്കും എന്നാണ് ഇവിടെ, എതിർകക്ഷിക്കും മജിസ്ട്രേറ്റ് ഉത്തരവ് ചെയ്യുന്ന മറ്റേതെങ്കിലും ആളുകൾക്കോ എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? 2 ദിവസത്തിനുള്ളിലോ മജിസ്ട്രേറ്റ് അനുവദിക്കുന്ന ഉചിതമായ സമയത്തിനുള്ളിലോ നൽകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫീസർ നിർണയിച്ച മാർഗങ്ങളിലൂടെ എതിർകക്ഷിക്കും കൊടുക്കണം, അതുപോലെ മജിസ്ട്രേറ്റ് ഉത്തരവ് ചെയ്യുന്ന മറ്റേതെങ്കിലും ആളുകൾക്കോ. അതുപോലെ എതിർകക്ഷി ഒരാൾ മാത്രമാണോ, ഒരുപാട് പേരുണ്ടെന്ന് മജിസ്ട്രേറ്റ് പറയും, അവർക്കെല്ലാം എന്ത് ചെയ്യണം? ഇതിന്റെ പകർപ്പ് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം, അല്ലേ? അങ്ങനെ 2 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അനുവദിക്കുന്ന ആ ഉചിതമായ സമയത്തിനുള്ളിലോ ഈ നോട്ടീസ് ആര് കൊടുക്കണം? പ്രൊട്ടക്ഷൻ ഓഫീസർ അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം. ഇനി നോട്ടീസ് എതിർകക്ഷിക്ക് നൽകിയതായി പ്രൊട്ടക്ഷൻ ഓഫീസർ നൽകിയിട്ടുള്ള സത്യപ്രസ്താവന തെളിവായി സ്വീകരിക്കും. ഇനി ഈ പറയുന്ന പ്രതികൾക്ക് നോട്ടീസ് കൈപ്പറ്റിയെന്ന് പ്രൊട്ടക്ഷൻ ഓഫീസർ നൽകിയിട്ടുള്ള സത്യപ്രസ്താവന തെളിവായി സ്വീകരിക്കും. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് നോട്ടീസ് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ അറിഞ്ഞൊന്നുമില്ല, വാദം നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് 2 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അനുവദിക്കുന്ന ആ ഉചിതമായ സമയത്തിനുള്ളിലോ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ആ നോട്ടീസ് കൈമാറേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഏൽപ്പിച്ചതിനുള്ള പ്രൂഫായിട്ട് ഒരു സത്യപ്രസ്താവന തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി കൗൺസിലിംഗ് എന്താണെന്ന് നോക്കാം. നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിക്കാരിയും എതിർകക്ഷിയും ഒന്നിച്ചോ പ്രത്യേകമായോ സർവീസ് പ്രൊവൈഡർ നൽകുന്ന കൗൺസിലിംഗിൽ പങ്കെടുക്കുവാൻ നിർദ്ദേശിക്കാവുന്നതാണ്. ആരാണ് കൗൺസിലിംഗ് നൽകുന്നത്? സർവീസ് പ്രൊവൈഡർമാരാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സർവീസ് പ്രൊവൈഡർമാരാണ്. എന്താണ്? നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിക്കാരിയും എതിർകക്ഷിയും ഒന്നിച്ചോ പ്രത്യേകമായോ സർവീസ് പ്രൊവൈഡർ നൽകുന്ന കൗൺസിലിംഗിൽ പങ്കെടുക്കുവാൻ നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി കൗൺസിലർമാർ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയവും ഉള്ളവർ ആയിരിക്കണം. അതുപോലെ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകുന്ന പക്ഷം അടുത്ത വിചാരണ 2 മാസത്തിൽ കൂടാതെ ഒരു തീയതിയിലുമായിരിക്കണം. ഇനി ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകൾ എന്താണെന്ന് നോക്കാം. ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകൾ. ഷെൽട്ടർ ഹോമുകളിൽ അഭയം നൽകാനായി ആർക്കൊക്കെ അപേക്ഷിക്കാം? പ്രൊട്ടക്ഷൻ ഓഫീസർ, സർവീസ് പ്രൊവൈഡർക്കോ പരാതിക്കാരിക്ക് നേരിട്ടോ അപേക്ഷ നൽകാം. ഷെൽട്ടർ ഹോമുകളിൽ അഭയം ലഭിക്കാനായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർക്കോ സർവീസ് പ്രൊവൈഡർക്കോ അല്ലെങ്കിൽ പരാതിക്കാരിക്ക് നേരിട്ടോ അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ ലഭിച്ചാൽ ഹോമുകളുടെ ചുമതലയുള്ളയാൾ അത് നൽകേണ്ടതുമാണ്. ഇനി അടുത്തത് ചികിത്സാ സംവിധാനം. ചികിത്സാ സംവിധാനം ലഭിക്കാൻ ആർക്കൊക്കെ അപേക്ഷിക്കാം? അതും പ്രൊട്ടക്ഷൻ ഓഫീസർക്ക്, സർവീസ് പ്രൊവൈഡർക്ക് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് നേരിട്ടോ അപേക്ഷ നൽകാം. അങ്ങനെ അപേക്ഷ ലഭിച്ചാൽ മെഡിക്കൽ സംവിധാനത്തിന്റെ ചുമതലയുള്ളയാൾ അത് നൽകേണ്ടതുമാണ് എന്നതും ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 16 പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 16 പറയുന്ന കാര്യങ്ങൾ നോക്കാം. കേസിന്റെ വിചാരണ അടച്ചിട്ട കോടതി മുറികളിൽ നടത്താവുന്നതാണ് എന്നാണ്, അഥവാ ഇൻ ക്യാമറ എന്നാണ് പറയുന്നത്. കേസിന്റെ വിചാരണ അടച്ചിട്ട കോടതി മുറികളിൽ നടത്താവുന്നതാണ്. അതാണ് സെക്ഷൻ 16 പറയുന്നത്. മജിസ്ട്രേറ്റ് സ്വയം തീരുമാനമെടുക്കുകയോ കക്ഷികളിൽ ഒരാളെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പക്ഷം ഇൻ ക്യാമറ രീതി നടപ്പിലാക്കാം. ഇൻ ക്യാമറ രീതി നടപ്പിലാക്കാം. സെക്ഷൻ 16 ഇത് പറയുന്നത്. എന്താണ്? അടച്ചിട്ട കോടതി മുറികളിൽ വിചാരണ നടത്തുന്നതിനെയാണ് എന്ത് ഈ ഇൻ ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 16 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അടുത്തത് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം സെക്ഷൻ 17 പറയുന്നത്. സെക്ഷൻ 17 പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം സെക്ഷൻ 17 പറയുന്നു. ഇത് ഈ 16 17 എടുത്തു പറയാൻ കാര്യം ഇത് പരീക്ഷയ്ക്ക് ഈ 2 വകുപ്പുകൾ 2 സെക്ഷനുകളും ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നോക്കാം. നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം എന്തു തന്നെ പറഞ്ഞാലും ശരി, ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന വനിതയ്ക്ക് ആ വീട്ടിൽ എന്തെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. വീട്ടിൽ നിന്നോ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ ഒഴിപ്പിക്കാൻ പാടില്ല. എന്താണ്? പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം പറയുന്നത് സെക്ഷൻ 17 എന്താണ് സെക്ഷൻ 17 പറയുന്നത്? നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം എന്തു തന്നെ പറഞ്ഞാലും ശരി, ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന വനിതയ്ക്ക് ആ വീട്ടിൽ എന്തെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി തന്നെ ആ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ വീട്ടിൽ നിന്നോ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നോ ഒഴിപ്പിക്കുവാനും പാടുള്ളതല്ല എന്നതും ഓർത്തിരിക്കുക.
ഇനി നമുക്ക് താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ നോക്കാം. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പങ്കിട്ട് പാർത്ത ഭവനത്തിൽ നിന്നും അല്ലെങ്കിൽ ഭർതൃഗൃഹത്തിൽ ഒഴിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതിൽ നിന്നും എതിർകക്ഷിയായ ഭർത്താവിനെ തടയുക. അടുത്തത്, ആ വീട്ടിൽ നിന്നും എതിർകക്ഷി മാറി നിൽക്കാൻ ഉത്തരവിടാം. ആ വീട്ടിലേക്ക് എതിർകക്ഷിയുടെയോ ബന്ധുക്കളുടെയോ പ്രവേശനം നിരോധിക്കാം. വീട് വിൽക്കുന്നതോ അന്യാധീനപ്പെടുത്തുന്നതോ ബാധിതപ്പെടുത്തുന്നതോ ചെയ്യുന്നതിൽ നിന്നും എതിർകക്ഷിയെ തടയുക. അടുത്തത്, ഒന്നിച്ചു താമസിച്ച വീടിന്റെ അതേ നിലവാരത്തിലുള്ള പകരം താമസ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വാടക വീടിനുള്ള വാടക കൊടുക്കുന്നതിനോ എതിർകക്ഷിയോട് നിർദ്ദേശിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രകാരം ഉള്ള ഉത്തരവ് ഒരു വനിതയ്ക്കെതിരെ പ്രയോഗിക്കാൻ പാടില്ല. ഇപ്രകാരമുള്ള ഉത്തരവ് ഒരു വനിതയ്ക്കെതിരെ പ്രയോഗിക്കാൻ പാടില്ല. അതായത് ഇത്തരത്തിൽ ഒരു വനിതയെ ഉപദ്രവിച്ചത് ഇവരുടെ അമ്മായിയമ്മയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അമ്മായിയമ്മയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അവരെ വീട്ടിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇനി അവർക്ക് സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്താ പറയണ്ടേ, വാടക വീട് കൊടുക്കുമ്പോൾ ആ വാടക വീടിന്റെ വാടക കൊടുക്കാനായിട്ട്, അതായത് ഇരയ്ക്ക് വാടക വീട് ഏർപ്പാടായി കൊടുക്കുകയാണെങ്കിൽ ആ വാടക കൊടുക്കാനുള്ള സാമ്പത്തികം അവരുടെ കയ്യിൽ ഇല്ലെങ്കിലോ, അപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ്സൊക്കെ മജിസ്ട്രേറ്റിനെ ഇവർക്ക് ബോധ്യപ്പെടുത്താം. ഇവർക്ക് അമ്മായിയമ്മയുടെ കേസ് പറഞ്ഞാൽ അവർക്ക് മാത്രമല്ല, ആരോടാണോ കോടതി നിർദ്ദേശിക്കുന്നത്, മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്നത്, അവർക്ക് അവരുടെ സാമ്പത്തിക സ്രോതസ്സൊക്കെ നോക്കിയിട്ടായിരിക്കും അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. അടുത്തത്, ഉത്തരവിന്റെ കാലാവധിയും ഭേദഗതിയും. ഉത്തരവിന്റെ കാലാവധിയും ഭേദഗതിയും. ഉത്തരവ് പിൻവലിക്കണം എന്ന് പരാതിക്കാരി ആവശ്യപ്പെടുന്നത് വരെ പ്രാബല്യത്തിൽ ഉണ്ടാകും. അടുത്ത പോയിന്റ്, പരാതിക്കാരിൽ നിന്നോ എതിർകക്ഷിയിൽ നിന്നോ അപേക്ഷ ലഭിക്കുകയും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായി എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന പക്ഷം ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഉത്തരവ് പിൻവലിക്കണമെന്ന് പരാതിക്കാരി നേരിട്ട് ആവശ്യപ്പെടുന്നത് വരെ ഇത് പ്രാബല്യത്തിലുണ്ടാകും. പരാതിക്കാരിൽ നിന്നോ എതിർകക്ഷിയിൽ നിന്നോ അപേക്ഷ ലഭിക്കുകയും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായി എന്ന് മജിസ്ട്രേറ്റിന് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യുന്ന പക്ഷം ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ്. ഇനി അപ്പീൽ. കോടതി ഉത്തരവ് പരാതിക്കാരിക്കോ എതിർകക്ഷിക്കോ തീയതി ഏതാണോ പിന്നാലെയുള്ളത് ആ തീയതി മുതൽ 30 ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. അതായത് 30 ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ അപ്പീലിന് പോകാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കുമെന്നത് ഓർത്തിരിക്കുക. അടുത്തത്, പ്രൊട്ടക്ഷൻ ഓർഡർ എതിർകക്ഷി ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണ്? പ്രൊട്ടക്ഷൻ ഓർഡർ എതിർകക്ഷി ലംഘിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകാവുന്ന കുറ്റമാണ്. ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയിൽ തന്നെ വിചാരണ ചെയ്യേണ്ടതാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓർഡർ എതിർകക്ഷി ലംഘിച്ചാൽ 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകാവുന്ന കുറ്റമാണ്. അടുത്തത്, പരാതിക്കാരുടെ മൊഴി മാത്രം കണക്കിലെടുത്ത് എതിർകക്ഷി 31(1) വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായി കോടതിക്ക് തീരുമാനിക്കാം. എന്താണ്? പരാതിക്കാരിയുടെ മൊഴി മാത്രം കണക്കിലെടുത്ത് എതിർകക്ഷി 31(1) വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായി കോടതിക്ക് തീരുമാനിക്കാം. അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ എതിർകക്ഷി ലംഘിച്ചാൽ പരാതിക്കാരുടെ മൊഴി കണക്കിലെടുക്കും, പിന്നീട് ഈ 31(1) വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തതായിട്ട് പരിഗണിക്കും. അങ്ങനെ പിന്നെ മൊത്തത്തിൽ പണിയാവും. അടുത്ത ചോദ്യം, പ്രൊട്ടക്ഷൻ ഓഫീസർ ചുമതല ചെയ്യാതിരുന്നാലുള്ള ശിക്ഷ. പ്രൊട്ടക്ഷൻ ഓഫീസർ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഗാർഹിക പീഡന നിയമത്തിലെ പ്രൊട്ടക്ഷൻ ഓഫീസർ. അദ്ദേഹം തന്റെ ചുമതല ചെയ്യാതിരുന്നാൽ 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകാവുന്ന കുറ്റമാണ്. മേളിൽ എതിർകക്ഷിക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ആർക്കും കിട്ടും? പ്രൊട്ടക്ഷൻ ഓഫീസർക്കും കിട്ടും. അദ്ദേഹം തന്റെ ചുമതല ചെയ്യാതിരുന്നാൽ 1 വർഷം വരെ തടവോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകാവുന്ന കുറ്റമാണ്. ശ്രദ്ധിക്കുക, സംസ്ഥാന സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെയോ മുൻകൂർ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ കേസോ പ്രോസിക്യൂഷൻ നടപടികളോ എടുക്കാൻ പാടില്ല. എന്താണ്? സംസ്ഥാന സർക്കാരിന്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെയോ മുൻകൂർ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ ഈ പറയുന്ന കേസോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടിയോ എടുക്കാൻ പാടില്ല എന്നും പറയുന്നു. അതുപോലെ ശരിയാണെന്ന ഉത്തമ വിശ്വാസത്തോടെ എടുത്ത ഒരു നടപടി മൂലമുണ്ടായ ഏതെങ്കിലും നഷ്ടത്തിന്
കേസോ പ്രോസിക്യൂഷൻ നടപടികളോ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ എടുക്കുവാൻ പാടില്ല. കാരണം പിന്നീട് അന്വേഷിക്കുമ്പോൾ, അതായത് സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ഇവരെപ്പറ്റി കേസുണ്ടെങ്കിൽ, എന്തെങ്കിലും ചുമതല നിർവഹിക്കാതിരുന്നു അല്ലെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അന്വേഷിച്ചിട്ട് സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ ശരിയാണെന്ന ഉത്തമ വിശ്വാസത്തോടെ എടുത്ത ഒരു നടപടി മൂലം ഉണ്ടായ ഏതെങ്കിലും നഷ്ടത്തിന്, ചില കാര്യങ്ങളിൽ ചിലയിടത്ത് റൂഡായിട്ട് പെരുമാറുകയും ഒക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം, നമ്മൾ വാർത്തകളിൽ കാണുന്നതല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നഷ്ടത്തിന് കേസോ പ്രോസിക്യൂഷൻ നടപടികളോ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ എടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്കിനി ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം. 13ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിൽ പ്രതിപാദിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്? ഉത്തരം എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർ സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥനോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആവാം. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നത് സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആകാം. അടുത്ത പോയിന്റ്, പ്രൊട്ടക്ഷൻ ഓഫീസറായി നിയമിക്കപ്പെടുന്നയാൾക്ക് സാമൂഹ്യ രംഗത്ത് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസറായി നിയമിക്കപ്പെടുന്നയാൾക്ക് സാമൂഹ്യ രംഗത്ത് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി കുറഞ്ഞത് 3 വർഷമായിരിക്കണം. അപ്പൊ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ 3 വർഷം ആയിരിക്കണം അദ്ദേഹത്തിന്റെ കാലാവധി എന്നും പറയുന്നു. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനത്തിൽ വനിതകൾക്ക് മുൻഗണന നൽകണം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനത്തില് വനിതകൾക്ക് മുൻഗണന നൽകണം. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി 3 വർഷമാണ്. അതുപോലെ സാമൂഹ്യ രംഗത്ത് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസർ സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ സന്നദ്ധ സംഘടനാ പ്രതിനിധികളോ ആകാം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാവ് എന്നിവരുടെ ചുമതലകൾ പ്രതിപാദിക്കുന്ന അധ്യായം 3-ലാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ എന്നിവരുടെ ചുമതലകൾ പ്രതിപാദിക്കുന്നത് അധ്യായം 3-ലാണ്. അടുത്തത്, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആശ്വാസ നടപടികൾക്കും ഉത്തരവുകൾക്കുമുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 4. അധ്യായം 4-ലാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആശ്വാസ നടപടികൾക്കും ഉത്തരവുകൾക്കുമുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3 പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ അവരുടെ ചുമതലകളെ പറ്റി പറയുന്നു. അധ്യായം 4 ആശ്വാസ നടപടികൾ അതുപോലെ തന്നെ ഉത്തരവുകൾക്കുമുള്ള നടപടിക്രമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്? 1ഉം 2ഉം ഓപ്ഷൻ ശരിയാണ്. നമുക്ക് നോക്കാം. ഗാർഹിക പീഡന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്ന പരാതിയിന്മേൽ വാദം കേൾക്കേണ്ടത് 3 ദിവസത്തിലധികം ആവരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 3 ദിവസത്തിന് മേളിൽ പോകരുത് എന്നത് വാദം തുടരാൻ. അടുത്ത പോയിന്റ്, ഗാർഹിക പീഡന നിയമത്തിലെ വകുപ്പ് 12(1) പ്രകാരമുള്ള പരാതികൾ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം പൂർത്തിയാക്കണം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. 12(1) പ്രകാരമുള്ള പരാതികൾ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം പൂർത്തിയാക്കണം. പിന്നെന്താ പറഞ്ഞത്? മുന്നിൽ വരുന്ന പരാതികൾ, മജിസ്ട്രേറ്റ് മുന്നിൽ വരുന്ന പരാതികൾ വാദം കേൾക്കേണ്ടത് 3 ദിവസത്തിലധികം ആകരുത്. അതായത് 3 ദിവസത്തിനപ്പുറം പോകാൻ പാടില്ല. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതെല്ലാമാണെന്നാണ്? ഉത്തരവുകള് സാമ്പത്തിക പരിഹാരം, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ, സംരക്ഷണ ഉത്തരവുകൾ. ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പരാതി കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ഇര, അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ എതിർകക്ഷിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഇര അല്ലെങ്കിൽ പരാതി നൽകുന്ന ആൾക്ക് അനുകൂലമായിട്ട് മജിസ്ട്രേറ്റിന് താൽക്കാലികമായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. അതാണ് ഈ ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവ് എന്ന് പറയുന്നത്. സാമ്പത്തിക പരിഹാരം, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ, അതുപോലെ സംരക്ഷണ ഉത്തരവുകൾ. സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാര ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ, കസ്റ്റഡി ഉത്തരവുകൾ, പിന്നെ ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ. സംരക്ഷണ ഉത്തരവുകള്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകള്, സാമ്പത്തിക പരിഹാര ഉത്തരവുകള്, നഷ്ടപരിഹാര ഉത്തരവുകള്, കസ്റ്റഡി ഉത്തരവുകള്, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ. ഇങ്ങനെ 6 ഉത്തരവുകള് ഈ പറയുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്മേൽ
സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? പരമാവധി സമയം 30 ദിവസത്തിനകം അപ്പീൽ നൽകണം. ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്മേല് സെഷൻസ് കോടതിയിൽ 30 ദിവസത്തിനകം അപ്പീൽ നൽകണം. ഉത്തരവ് പുറപ്പെടുവിച്ച തീയതിക്ക് പിന്നാലെയുള്ള 30 ദിവസം, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു, അതിനുശേഷമുള്ള 30 ദിവസത്തിനകം അപ്പീലിന് സെഷൻസ് കോടതിയിൽ പോയിരിക്കണം. അപ്പോൾ ഈ ചോദ്യം കൊണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം എന്ന ടോപ്പിക്കിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്